വിളമ്പാൻ പറഞ്ഞു. അപ്പം ചോറ് വിളമ്പാൻ പറഞ്ഞപ്പോൾ മമ്മിയാണെങ്കിൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ റേഷനറി കിട്ടിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അപ്പോൾ അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു സ്ഥിതി അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് പപ്പായ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ബോധ്യമില്ല. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മിയും എന്നെ വിളിച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, മമ്മി ഇത്രയ്ക്കും വീക്കായോ നമ്മൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് എൻ്റെ ഇപ്പം ഈ കറണ്ട്ലി ഉള്ള വീട് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണ് ഏകദേശം ഒരു 10-14 ലക്ഷം രൂപയോളത്തിലുള്ള ലോണായിരുന്നു. അപ്പം സഹകരണ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഏകദേശം ജപ്തിയുടെ സീൻസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ മമ്മിയും പപ്പയും മെൻ്റലി ബ്രോക്കായിരുന്നു. ഞാൻ എല്ലാം കൂടെ കിട്ടിയ പൈസയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് എൻ്റെ ഫാമിലിക്ക് മൊത്തം എന്തോരം കടമുണ്ടോ അത് ഒരു 4-5 മാസത്തിൽ മൊത്തത്തിൽ വീട്ടി സീറോ ഡെപ്റ്റാക്കി ഞാൻ എൻ്റെ വീട്ടിൽ. ആദ്യം എടുത്തത് വീടിൻ്റെ ഇതായിരുന്നു ആധാരം. നേരെ പപ്പ എടുത്ത് 14 ലക്ഷം എന്തോ ഉണ്ടായിരുന്നു വീടിന്റെ ഇത് മാത്രം. പിന്നെ അത് ഞാനൊരു സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഞാനൊരു ജോബിനോ പോയാൽ എൻ്റെ ഒരു 10 കൊല്ലം ഞാൻ പണിയെടുത്താൽ ഉണ്ടാക്കുന്ന എമൗണ്ടാണ് ഞാനൊരു 3-4 മാസത്തിൽ ഇത് ത്രൂ റവന്യൂ ജനറേറ്റ് ചെയ്തത്. എനിക്ക്